ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ടാറ്റക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു കോൾ വരുന്നുള്ളത് ഉറപ്പാണ്. എന്ത് വന്നാലും കുഴപ്പമില്ല, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയും. 20% റേഞ്ച് ഡ്രോപ്പ് ഇഷ്യൂ കാരണം നമ്മൾ ഷോറൂമിൽ വണ്ടി കൊടുത്തു. ഒരാഴ്ച അവിടെ നിർത്തിയിട്ടിട്ട് അവർ ബാറ്ററിമ കുറേ പരിപാടികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ബാറ്ററി ഇഷ്യൂ ഒക്കെ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് റേഞ്ച് ടെസ്റ്റ് നടത്തി നോക്കി, അതിൻ്റെ വീഡിയോ ആണിത്. 20%-ലൊക്കെ നമുക്ക് ആദ്യ കാലങ്ങളിൽ ഈ വണ്ടി 60 കിലോമീറ്ററൊക്കെ ഓടിയിരുന്നതാണ്. മീറ്ററിൽ ആ പേഴ്സൻറ്റേജ് കാണിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ട്രിപ്പ് മീറ്ററിൽ സെറ്റ് ചെയ്താൽ നോക്കിയാൽ മതി 25 കിലോമീറ്റർ ആയിരുന്നു ഒരു 18% ഉണ്ടായിരുന്ന സമയത്ത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല, ഇത് നോർമൽ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയാണെങ്കിലും ആ 17% നിന്ന് ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ ട്രിപ്പ് മീറ്ററിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ട്രിപ്പ് മീറ്ററിൽ 25 എന്നുള്ളത് ലാസ്റ്റ് 9% ആവുന്ന സമയത്ത് എത്രയാണ് എന്നുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ സാധാരണക്കാർക്ക് തന്നെ മനസ്സിലാവും. മിക്ക ആൾക്കാരും ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം 20%-ന് താഴെ മാത്രം വരുന്ന ഒരു ഇഷ്യൂ അല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ 18 ലക്ഷം രൂപ കൊടുത്തിട്ട് പഞ്ചിൻ്റെ EVയിൽ ഫുൾ ഓപ്ഷൻ എടുത്തിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ റേഞ്ച് ഡ്രോപ്പാണ് അതിലും കൂടുതൽ ഭയാനകരം. 40%-ലാണ് റേഞ്ച് ഡ്രോപ്പ് ആവുന്നത്. നമ്മളിതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവർ പറയുന്നത് അതിലൊന്നും ജെനുവിനിറ്റി ഇല്ല എന്ന് പറയുന്നു. ഒരാഴ്ചയോളം അവരെടുത്ത് വണ്ടി കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് അവർ ഓടിച്ചിട്ട് ഈ ഇഷ്യൂ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല. സെല്ലിൻ്റെ ആൾ വന്ന് നോക്കിയിട്ടും ഒരു കംപ്ലൈൻറ്റും ഇല്ല. വെറും സിമ്പിൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് വണ്ടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്നു. ഈ വീഡിയോ സഹിതം ജനറൽ മാനേജറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഭാഗത്തുനിന്നൊന്നും ഒരു റിപ്ലൈയും ഇല്ല. ടാറ്റയുടെ മെയിൽ അഡ്രസ്സിലോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ ഭാഗത്തുനിന്നും റിപ്ലൈ ഇല്ല. ആകെ മറുപടി കിട്ടിയത് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ വണ്ടി അവിടെ ഇതേ ഇഷ്യൂ കാരണം കൊണ്ടുപോയിട്ടപ്പോൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്ന സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. വണ്ടി വീണ്ടും കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. എത്ര ദിവസം കൊണ്ട് ശരിയാവും, ഇനി ശരിയാവോ എന്ന് പോലും അറിയില്ല. ടാറ്റയുടെ വണ്ടി പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത്. വണ്ടിക്ക് ആദ്യത്തെ വർഷം ഒരു കുഴപ്പമുണ്ടാവില്ല. പക്കാ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ റേഞ്ച് അവർ പറയുന്നതിൻ്റെ അടുത്ത് ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് അവർ വണ്ടിയിൽ അടുത്ത വർഷം മുതൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ഈ റേഞ്ച് ഡ്രോപ്പിൻ്റെ ഇഷ്യൂ നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതെന്തിനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് 20-10%-ലൊക്കെ നമ്മൾ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അത് വാറൻറ്റി പീരീഡിൽ ആയതുകൊണ്ട് തന്നെ അവർക്കാണ് തലവേദന കൂടുന്നതും. ഇതല്ലാതെയും ഇവന്മാർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ വേറെയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് വണ്ടിയിലുള്ള റീജനറേഷൻ്റെ പവർ കുറക്കുക, ആക്സിലറേഷനിൽ വ്യത്യാസം വരുത്തുക. അതായത് കസ്റ്റമേഴ്സൊക്കെ ഒരു പരീക്ഷണ വസ്തുക്കളായിട്ടുള്ള കാലഘട്ടം. ആദ്യ വർഷം വണ്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നീട് കമ്പനി മനസ്സിലാക്കും ഇത്രയും കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് ഇത്രയും പ്രോബ്ലംസൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അത് അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലായിരിക്കും അവർ നികത്തുക. അത് ശരിയാക്കുന്ന സമയത്തായിരിക്കും അവർക്ക് മനസ്സിലാവുക വണ്ടിയുടെ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് വന്നിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അതുകൊണ്ട് ബാറ്ററിയുടെ പെർസെൻറ്റേജിൽ 20% താഴ്ത്തണം. അതല്ലെങ്കിൽ ഇതേപോലെ മറ്റുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസേഷൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ആ ഇഷ്യൂ അവർ റെക്ടിഫൈ ചെയ്യുക. ഇനി മിക്കവാറും ടാറ്റയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കോളൊക്കെ വരുന്നുണ്ടാവും. എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്തത്, ആ വീഡിയോ റിമൂവ് ചെയ്യൂ, നിങ്ങളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെക്ടിഫൈ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട്. എന്നെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് കാരണം അവർക്ക് സെയിൽസ് കുറയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നമുക്ക് വിളിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാനൊക്കെ പറയുന്നത്. പക്ഷേ ഇവർക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വെച്ചിട്ട് ഇങ്ങനെ സെയിൽസ് കൂട്ടിയിട്ട് എന്താ കാര്യം? പെട്ടെന്നുള്ള ബീറ്റ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ അല്ലാതെ കുറച്ച് സമയമെടുത്തിട്ട് അവർ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പക്ക സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇവന്മാർക്ക് ചിലപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നികത്താൻ കഴിയുന്നുണ്ടാവാം. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സൊക്കെ നല്ല കാര്യമല്ലേ പറയുള്ളൂ, അതല്ലേ ഇവന്മാർ നോക്കേണ്ടത്. അല്ലാതെ വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന റേഞ്ച് 400+ ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു 300+ ഒക്കെ വണ്ടി ഓടിക്കുക, ബാക്കിയുള്ളത് ഒരു റിസർവിൽ വെച്ചിട്ട് ചാർജിങ് സ്റ്റേഷനൊക്കെ തപ്പിയെടുത്ത് ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു. ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ആദ്യ വർഷം. ഒരു 280 കിലോമീറ്റർ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 20% ഡ്രോപ്പ് വന്നതോടുകൂടെ നമ്മുടെ റേഞ്ചിൻ്റെ ആ ആങ്സൈറ്റി ആകെ കൂടി. ഇപ്പോൾ ഒരു 200 കിലോമീറ്റർ വണ്ടി മാക്സിമം റേഞ്ച് കിട്ടിയാലായി. അതിലൊരു 150-180 കിലോമീറ്റർ ആകുമ്പോഴേക്കും നമുക്ക് ചാർജിങ് സ്റ്റേഷൻ തപ്പേണ്ട അവസ്ഥയാണ്.